കോഴിക്കോട് പന്തീരങ്കാവ് ഇസാഫ് ബാങ്ക് ജീവനക്കാരിൽ നിന്നും 40 ലക്ഷം രൂപ കവർന്ന കേസിൽ നിർണായക വഴിത്തിരിവ്. തൊണ്ടി മുതലായ 39 ലക്ഷം രൂപ കുഴിച്ചിട്ട നിലയിൽ പോലീസ് കണ്ടെത്തി. പണം പിടിച്ചത് ഒന്നാം പ്രതിയുടെ വീടിനടുത്തുള്ള മറ്റൊരു പറമ്പിൽ നിന്നും. വിഭജികയുടെ മരണത്തിൽ നീതി തേടി അമ്മ ഷാർജയിൽ. ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഷാർജയിലും നിയമ നടപടിക്ക്. വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് ഭർത്താവ്. കുഞ്ഞിന്റെ മൃതദേഹം വിട്ടുകൊടുക്കില്ല. ഷാർജ പോലീസിനെ സമീപിക്കാൻ കുടുംബം. സ്കൂൾ സമയമാറ്റത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി ചർച്ച നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. സർക്കാർ തീരുമാനം സമസ്തയെ അറിയിക്കും. സമസ്തയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ശിവൻകുട്ടി. വിഷയം ചർച്ച ചെയ്യാൻ സമസ്ത നേതൃയോഗം ഇന്ന് കോഴിക്കോട്ട്. ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങുന്ന ശുഭാംശു ശുക്ലയുടെ സംഘം ഇന്ന് ഭൂമിയിലിറങ്ങും. തിരിച്ചിറക്കം 3 മണി കഴിഞ്ഞ്. പേടകം ലാൻഡ് ചെയ്യുന്നത് ശാന്തസമുദ്രത്തിലെ കാലിഫോർണിയൻ തീരത്ത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യക്ക് അന്ത്യശാസനവുമായി ഡൊണാൾഡ് ട്രംപ്. 50 ദിവസത്തിനകം യുദ്ധം നിർത്തിയില്ലെങ്കിൽ റഷ്യക്ക് കനത്ത തീരുവ ചുമത്തും. റഷ്യയുടെ വ്യാപാര പങ്കാളികൾക്ക് 100% തീരുവ ഏർപ്പെടുത്തും. യുക്രൈന് മാരകായുധങ്ങൾ നൽകുമെന്നും ട്രംപ്. ഗസ വെടിനിർത്തലിൽ ഇസ്രായേലിന് ഒരാഴ്ച സാവകാശം അനുവദിച്ച ട്രംപ്. ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ 3 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പേ തകർന്ന വെസ്റ്റ് ഇൻഡീസ്. ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തെ സ്കോറിന് പുറത്ത്. രണ്ടാം ഇന്നിംഗ്സിൽ വിൻഡീസ് നേടിയത് വെറും 27 റൺസ്. പരമ്പര തൂത്തുവാരി ഓസ്ട്രേലിയ. നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ നടപ്പാക്കാനിരിക്കെ ശിക്ഷ ഒഴിവാക്കാനായി യമനിൽ നിർണായക നീക്കങ്ങൾ തുടരുന്നു. കൊല്ലപ്പെട്ട യമനി യുവാവ് തലാലിന്റെ കുടുംബവുമായി സൂഫി പണ്ഡിതൻ ഹബീബ് ഉമർ ഹഫീലിന്റെ പ്രതിനിധികൾ നടത്തുന്ന ചർച്ച ആരംഭിച്ചു. തലാലിന്റെ സ്വദേശമായ ഉത്തര യമനിലെ ദമാറിലാണ് ചർച്ച. ദിയാധനം സ്വീകരിക്കാൻ കുടുംബം തയ്യാറായാൽ മാത്രമേ നീക്കം വിജയിക്കൂ എന്ന് കാന്തപുരം പറഞ്ഞു. യമനിൽ ഒരു പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിലും അവിടുത്തെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ കൊല്ലുന്നതിന് പകരം ദിയത്ത് കവത് എന്നൊക്കെ അറബിയിൽ പറയുന്ന ചില പ്രായശ്ചിത്തം ഉണ്ട്. അവിടെയുള്ള ആളുകളെ ബന്ധപ്പെട്ട് ജഡ്ജിമാരോടും കുടുംബങ്ങളോടും സംസാരിക്കുകയും അതിൻ്റെ ചർച്ച ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. കുടുംബക്കാർ മുഴുവനും സമ്മതിക്കാതെ വിട്ടുകൊടുക്കാൻ കോടതിക്ക് അധികാരമില്ല. അതുകൊണ്ട് വീട്ടുകാർ മുഴുവനും സമ്മതിക്കുമോ ഇല്ലേ എന്ന ചർച്ചയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. മുഹമ്മദ് അസ്ലം കൂടുതൽ വിവരങ്ങൾ നൽകും. അസ്ലം, യമനിൽ തലാലിന്റെ കുടുംബവുമായി നടക്കുന്ന ചർച്ച അത് പോസിറ്റീവാണ് എന്ന് തന്നെയാണോ വിവരങ്ങൾ? അതായത് ഇതുവരെ നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ പല ഘട്ടത്തിലും ശ്രമിച്ചെങ്കിൽ പോലും അവർ നേരിട്ട് കൂടുതൽ പ്രധാനപ്പെട്ട ബന്ധുക്കൾ വരികയോ ചർച്ചകളിലേക്ക് ഇരുത്താനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം നിമിഷപ്രിയ ഉൾപ്പെട്ട കേസ് എന്ന് പറയുന്നത് യമനിൽ വളരെയധികം പ്രമാദമായ ഒരു കേസാണ്. ആ യുവാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാദേശികമായ വികാരവും അവിടെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കോ മാപ്പ് കൊടുക്കലിനോ തയ്യാറായിരുന്നില്ല. അതേസമയം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹവുമായി ബന്ധമുള്ള ഹബീബ് ഉമർ ഹഫീൽ എന്ന് പറയുന്ന സൂഫി പണ്ഡിതനുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ആ കുടുംബവുമായി ചർച്ചയ്ക്ക് ഇരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇന്നലെ ചർച്ചകൾ നടത്തി. ഇന്ന് അല്പസമയം മുമ്പ് ഇന്നത്തെ ചർച്ചകൾ വീണ്ടും പുരോഗമിച്ചിട്ടുണ്ട്. അബ്ദുൽ ഹഫീലിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ മഷ്ഹൂറാണ് ഉത്തര യമനിലെ ദമാറിൽ നടക്കുന്ന ഈ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. സർക്കാരിന്റെ പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട യമനി പൗരൻ തലാലിന്റെ സഹോദരൻ ഈ ചർച്ചയിൽ അവിടെ ദമാറിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.